ഓം ശാന്തി. മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്തു പറയും എന്നാണ് ഒരു 90% ആളുകളുടെ പേടി. ആളുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങി എന്താവും? എന്താ പറയുമ്പോൾ ഞാൻ ഒരു കൊച്ചു കഥ ഓർത്തു പോവാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി അവർക്കൊരു കഴുതയെ വാങ്ങിച്ചു. യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവും കൂടി സന്തോഷമായിട്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമായിരുന്നു. ഇത് രണ്ടുപേരും കൂടെ കഴുതയുടെ പുറത്തുനിന്ന് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ ആ ഗ്രാമത്തിലെ ബാക്കി എല്ലാവരും കാണുന്നവർ പറയാൻ തുടങ്ങി, എന്തൊരു ക്രൂരതയായത്, ഈ ഒരു ചെറിയ ജീവിക്ക് രണ്ടാളുടെ ഭാരം താങ്ങാൻ പറ്റുമോ എന്ന്. അപ്പോൾ അന്നത്തെ ദിവസം രണ്ടാളും കൂടി എന്തായാലും പുറപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് അവരുടെ സ്ഥലത്തേക്ക് പോയി, പണി സ്ഥലത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്തു? ഭർത്താവ് വിചാരിച്ചു, ഞാൻ നടക്കാം, എൻ്റെ ഭാര്യ ഈ കഴുതയുടെ പുറത്തിരുന്നോട്ടെ, എന്നിട്ട് അങ്ങ് യാത്ര ചെയ്യാൻ. അങ്ങനെ ഭാര്യനെ കഴുതപ്പുറത്തിരുത്തി അയാൾ കഴുതേനെയും പിടിച്ചു. അങ്ങനെ രണ്ടാളും കൂടി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്, കൃഷിയിടത്തുനിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, എന്തൊരു മനുഷ്യനാ, ആ ലേഡി എങ്ങാൻ കഴുതപ്പുറത്തുനിന്ന് വീണാൽ എന്താകും അവരുടെ കഥ, ഇങ്ങനെ ഭാര്യനെ ശ്രദ്ധയില്ലാത്ത ഒരാളുണ്ടോ എന്ന് ചോദിക്കാം. അയാൾക്ക് അപ്പോഴും വിഷമായി. അപ്പോൾ അന്നത്തെ യാത്ര എന്തായാലും ഇടയ്ക്ക് ഇറങ്ങണ്ടെന്ന് വെച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ കഴുതേരെ പുറത്തിരുന്ന് യാത്ര ചെയ്യാം, അപ്പം ഞാൻ വീഴുന്നു പേടിക്കണ്ടല്ലോ, നീ നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് പിറ്റേ ദിവസം അവർ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ ഇയാൾ കഴുതപ്പുറത്തിരുന്നു, ഭാര്യ നടന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങി. അപ്പോൾ ആൾ പറയാൻ തുടങ്ങി, എന്തൊരു മനുഷ്യനാ, അയാൾ നോക്ക്, ഭാര്യനെ നടത്തിയിട്ട് അയാൾ കഴുതപ്പുറത്തിരുന്നു പോണു നോക്ക്, ഇത്ര സ്വാർത്ഥനാവാൻ പറ്റുമോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അയാൾക്ക് ടെൻഷനായി. അപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കഴുതയുടെ പുറത്ത് സാധനങ്ങളൊക്കെ വെക്കാം, നമുക്ക് രണ്ടാളും കൂടി അങ്ങ് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴുതയുടെ പുറത്ത് സാധനങ്ങൾ മാത്രം വെച്ചു അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. അപ്പം കണ്ട ആൾക്കാരൊക്കെ, എന്ത് കഴുതകളാന്ന് നോക്കിയേ, ഈ കഴുത ഉണ്ടായിട്ടിങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന്. പിറ്റേ ദിവസം അവരെന്ത് ചെയ്തു അറിയോ? ആ കഴുതനെ വീട്ടിൽ കെട്ടിയിട്ട് നമുക്ക് നടന്നു പോയാൽ മതി എന്ന് വിചാരിച്ചു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് പേടിക്കുന്നിടത്തോളം അവർക്കൊരു കാര്യവും ചെയ്യാൻ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് പറയും, എൻ്റെ വീട്ടുകാരത് പറയും, എൻ്റെ നാട്ടുകാരങ്ങനെ പറയും, ഇത്രയും വലിയൊരു കാര്യമായിട്ടാണോ നീ തുടങ്ങാൻ പോകുന്നത്, ഈ ഗ്രാമത്തിൽ ജീവിച്ച നീയാണോ ഇത്ര വലിയ പ്രൊജക്റ്റും കൊണ്ട് പോകാൻ പോകുന്നത്, ഇന്നലെ വരെ ഇത്ര ഉണ്ടാക്കിയിട്ടില്ലെന്നിട്ട് വലിയ വലിയ കാര്യം നീ എന്തിനാ പറയാൻ പോകുന്നത്, ഇതൊക്കെ എവിടെയും കൊണ്ട് എത്തിക്കില്ല മോനെ മോളെ, വേണ്ട എന്ന് പറയാൻ എപ്പോഴും വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം, എപ്പോഴാണോ അവർ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം കേൾക്കാൻ തുടങ്ങുന്നത്, അതോടുകൂടി ആ കാര്യത്തിന് നിങ്ങൾ നിർത്തിവെച്ച് വേറെ ഏതെങ്കിലും വഴിക്ക് നടക്കും. കഴുതേനെ വീട്ടിൽ കെട്ടിയിട്ട് പുറത്തു പോയ പോലെ ആയി മാറും നമ്മുടെ ലൈഫ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാലിബർ ഉണ്ടെങ്കിൽ അതെന്തെന്ന് മനസ്സിലാക്കുകയും, ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് മൂല ഇരുന്നാലും അവിടെ നമുക്കെല്ലാം തന്നെ ഗൂഗിളുണ്ട്, യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനും പഠിക്കാനും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ലോകത്തിലേത് വിദ്യ വേണമെങ്കിലും സ്വന്തമാക്കാനും, എവിടുത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അറിയാനും, ഏത് കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരുപാട് നല്ല ടെക്നോളജി ലോകത്തുണ്ട്. അതിനുപയോഗിച്ചുകൊണ്ട് മറ്റാരും അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ കല ഡെവലപ്പ് ചെയ്യൂ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കേ വേണ്ട. ഒറ്റ കാര്യം മാത്രം, എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ ഒരു 10 ആളോട് പറഞ്ഞ് അവസാനം ആ എല്ലാവരും കൂടെ പറഞ്ഞ കാര്യം മാത്രം തല്ലിലുണ്ടാവും, ആ കാര്യം നമ്മൾ ചെയ്യൂല. ഞാൻ മുന്നൊരു വീഡിയോയിൽ നമുക്കൊരു പോയിന്റ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. നമുക്ക് ആരാണോ പോസിറ്റീവായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നവർ, നമുക്ക് സപ്പോർട്ട് എടുക്കാൻ പറ്റുന്നു തോന്നുന്നവർ, ആ ഫീൽഡ് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് നിങ്ങളുടെ സംഘം ചേരൂ. അവരുമായി സംഘം ചേരാൻ പറയുമ്പോൾ, ഞാൻ ഈ ഗ്രാമത്തിലല്ലേ, ഞാൻ അവരായിട്ട് എങ്ങനെയാണ് സംഘം ചേരുക? അതിനും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും ഈ ഒരു ടെക്നോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒത്തിരി എല്ലാ ഫീൽഡിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഫീൽഡിലും എക്സ്പേർട്സും ഈ സോഷ്യൽ മീഡിയയുടെ അഥവാ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ മറ്റു മേഖലയിൽ വന്നുകൊണ്ട് അവരവർ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി, ഓൺലൈനിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി, കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി, ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ളതായിട്ടുള്ള ഒത്തിരി എന്ത് ഫീൽഡിലാണ് ഇല്ലാത്തത് ചോദിച്ചാൽ ഒരു ഫീൽഡിലും ഇല്ലാത്തതില്ല. എല്ലാ ഫീൽഡിലും എക്സ്പേർട്സ് എന്ന് ഓൺലൈനിൽ ലോകത്ത് ഏത് മൂലയിലിരിക്കുന്ന ആൾക്കും ട്രെയിനിങ് കൊടുക്കാൻ വിധം സജ്ജമായിരിക്കുന്ന വലിയ വിഭാഗങ്ങൾ ഒരുപാട് എക്സ്പേർട്സിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കാതെ നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്താണോ ആ സ്കില്ലിന് ചെറിയ വിലയുടെ കോഴ്സുകളുണ്ട്, വലിയ വിലയുടെ കോഴ്സും ഉണ്ട്.
ചെറിയ ചെറിയ വിലയുടെ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യൂ. അവിടെ നിങ്ങൾക്ക് വലിയ വരെ കോഴ്സിനുള്ളതായിരിക്കുന്ന പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിലൂടെ ആ ഫീൽഡിൽ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയും അത് ചെറുതായി പഠിച്ച് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയും അധികം വൈകാതെ നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടായിട്ട് മാറുകയും അതിൻ്റെ ഹൈറ്റ്സിലെത്താൻ നമുക്ക് പറ്റുകയും ചെയ്യും. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ, ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും കഴിഞ്ഞ് ആ ഒരു കൂട്ടം ആളുകളായിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള എത്ര ആളുകൾ, നമ്മൾ താമസിക്കുന്ന അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ്, അങ്ങനെ ഒരു ഏരിയയിലാണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നിങ്ങളെ വിമർശിക്കുമെങ്കിൽ പോലും ആ ഫീൽഡിലുള്ള എക്സ്പേർട്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ലിങ്ക് ഉണ്ടാകുമ്പോൾ, സ്വാഭാവികമായിട്ടും നമുക്ക് നോളജ് കൂടും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെയുള്ള ഗൈഡൻസോട് കൂടി സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്ക്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് കേൾക്കാതെ അവിടെ മാത്രം ചെവി പൊട്ടനാവണം. നിങ്ങളെ അനാവശ്യമായിട്ട് വിമർശിക്കാൻ വരുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതലുണ്ടാവുക. ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 2 വിഭാഗക്കാരാണ് നമ്മളെ വിമർശിക്കാൻ വരിക. ഒരു കൂട്ടർ എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അത് പറ്റില്ല എന്ന് പറയുന്നവരായിരിക്കും. അവരോട് നിങ്ങൾ തിരിച്ച് ചോദിച്ചു നോക്കുക, എന്തുകൊണ്ട് ഇത് പറ്റില്ല എന്ന് നിങ്ങൾ പറയണ്ടല്ലോ, എന്തുകൊണ്ടാണ് പറ്റില്ല എന്ന് പറയുന്നത് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് അറിഞ്ഞൂടാ. എന്തിനാ ഇത് വേണ്ടാന്ന് പറഞ്ഞു അറിയില്ല, എന്തിനാ വേണമെന്ന് പറഞ്ഞു അവർക്കറിയില്ല. അവരുടെ അറിവില്ലായ്മയാണ് നിങ്ങളെ വിലക്കുന്നതിന് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് എന്തുകൊണ്ടും ചോദ്യം ചോദിച്ചാൽ ഒരു 90% ആളുകൾക്കും അറിയാത്തത് കൊണ്ട് അവർ പറയാം അത് വേണ്ട, അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ കുറച്ച് ഉരുണ്ട് പേരുണ്ട് നോക്കുക, അവർ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിന് ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കുറേ കാരണങ്ങൾ നിരത്താൻ നോക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഇവർക്കത് പറ്റില്ല എന്നാണ് പറയുന്നത്, എനിക്ക് പറ്റില്ല എന്നല്ല. പിന്നെ വേറൊരു കൂട്ടരുണ്ടാവും, അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം, ഫെയിലിയർ ആയിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങളോട് കാരണ സഹിതം പറയും, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന്. അത് കേട്ടിട്ടും നിന്ന് പോവരുത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ നോക്കി നോക്കുക, ആ കാരണം അവർക്ക് പറ്റിയിട്ടില്ല, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്. അവർ ഇറങ്ങിയിട്ടാണല്ലോ ആ കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നു കൊണ്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താം, എന്നിട്ട് സ്റ്റെപ്പ് വെച്ച് നോക്ക്. ഒരു തടസ്സവുമില്ലാതെ ഒരാളും ഒന്നും നേടിയിട്ടില്ല. പറയുന്ന ആളുകൾ ഇന്ന് നിങ്ങളെ 99% മോശമായി പറയുമെങ്കിൽ, വിജയത്തിൻ്റെ പടിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ ആ 99% ആൾക്കാരും അന്ന് നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരായിരുന്നു, അന്ന് നിങ്ങളുടെ നല്ല ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇങ്ങനെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയേ നോക്കുള്ളൂ, നിങ്ങളുടെ സ്തുതി പാടുകയേ ചെയ്യുള്ളൂ. ജയിക്കും വരെ എന്തായാലും എല്ലാവരും നമ്മളെ കല്ലെറിയ തന്നെ ചെയ്യും. ഒരു മൂർത്തി കൊത്തുകൊള്ളാതെ ഒരിക്കലും മൂർത്തിയാവില്ല. മൂർത്തിയായി കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജിക്കാൻ വേണ്ടി, തൊഴാൻ വേണ്ടി അന്ന് കൊത്തി എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടാവും. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കലയുടെ മൂർത്തിയായി നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹമായി തന്നതായിരിക്കുന്ന ആ കഴിവിനെ, വരദാനത്തിൻ്റെ മൂർത്തിയായി നിങ്ങൾ മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ മുന്നിൽ തൊഴാൻ നിൽക്കും. അപ്പോഴും ഉണ്ടാവുമായിരിക്കും 1% അല്ലെങ്കിൽ 2% ആളുകൾ, അല്ലെങ്കിൽ ഒരു 10% ആളുകൾ നമ്മളെ കുറ്റം പറയാൻ. അപ്പം ഞാൻ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് എന്നൊരു ലെസൺ ഞാൻ ആദ്യം പഠിച്ചൊരു കാര്യം ഞാൻ ഓർക്കും. ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആര് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിരിക്കുന്നു, അവരുടെ പ്രഭാവം നമ്മളിൽ ഉണ്ടാകാതിരിക്കുക. അതിൻ്റെ പേരും പോസിറ്റീവ് തിങ്കിങ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള മേഖല കണ്ടെത്തണം. മറ്റുള്ളവരെന്ത് പറയും എന്ന് ചിന്തിച്ചിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ രോഗം. ഞാൻ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എനിക്കേറെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന വാചകമുണ്ട് ഹിന്ദിയിൽ, സബ്സേ ബഡാ രോഗ് ക്യാ കഹേംഗെ ലോഗ് എന്ന്. വളരെ പ്രാസൊപ്പിച്ചൊരു വാക്കാണ്. സബ്സേ ബഡാ രോഗ് ക്യാ കഹേംഗെ ലോഗ്. ലോകം എന്നോട് എന്ത് പറയും എന്നതാണ് ഏറ്റവും വലിയ രോഗം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു പേര് ഞാൻ തിരഞ്ഞെടുക്കാൻ നോക്കുന്നതും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് എതിർക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെന്നോട് എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികൾ പലരും എന്നോട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന ഒറ്റ ഉത്തരമാണ്, ഇത് ഏറ്റവും വലിയ രോഗമാണ്, ആ രോഗത്തെ വലിച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞേക്കണം. എന്നിട്ട് പറയാം, ഞാൻ ആരും പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ ശരിയെന്തോ അത് ചെയ്യും, ഞാൻ എന്തും ചെയ്യുന്നല്ല, ഞാൻ ശരിയെന്തോ അത് ഞാൻ ചെയ്തിരിക്കും, ഞാൻ പഠിച്ചിരിക്കും, ഞാൻ നേടിയിരിക്കും, ഞാൻ മുന്നോട്ട് പോയിരിക്കും എന്ന വാശിയോടെ മുന്നോട്ട് പോകണം. എങ്കിൽ നിങ്ങളെ തടയാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. ഈ പ്രപഞ്ചവും ഈശ്വരനും നിങ്ങൾക്ക് കൂട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൻ്റെ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ.
നന്ദി.